തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF ഭരണസമിതിയുടെ അനധികൃത നിയമനത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് BJP. കോർപ്പറേഷനിൽ BJP കൗൺസിലർമാർ നടത്തിയ സമരത്തിന് പിന്നാലെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ അല്പം മുമ്പ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് BJPയുടെ നീക്കങ്ങൾ. അഖിൽ പാലോട്ട് മടങ്ങിച്ചേരുന്നു. അഖിൽ, നഗരസഭാ ഭരണസമിതിയുടെ അനധികൃത നിയമനങ്ങൾ നേരത്തെ തന്നെ പല കൗൺസിൽ യോഗത്തിലും BJP ഈ വിഷയം ഉന്നയിച്ചതാണ്. അന്നൊക്കെ ലാഘവത്തോടെയായിരുന്നു മേയർ ഉൾപ്പെടെയുള്ളവരുടെ സമീപനം. ഇന്നിതാ കൂടുതൽ കടുപ്പിക്കുകയാണ്. BJP കൗൺസിലർമാർ പകൽ പ്രതിഷേധിച്ചു, വലിയ ബഹളം ഉണ്ടാക്കി, കോലാഹലമുണ്ടാക്കി കൗൺസിൽ യോഗത്തിൽ. രാത്രിയാവട്ടെ യുവമോർച്ച നൈറ്റ് മാർച്ചും സംഘടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പ്രതിഷേധം, സമരപരിപാടികൾ? നമ്പ്യാർക്ക് ഈ തിരുവനന്തപുരം നഗരസഭയിൽ LDFിൻ്റെ നേതൃത്വത്തിൽ ആര്യ രാജേന്ദ്രൻ മേയറായി അധികാരമേറ്റ് ഈ നഗരസഭയുടെ കാലാവധി അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അനവധിയായിട്ടുള്ള സമരങ്ങൾ അല്ലെങ്കിൽ അനവധിയായിട്ടുള്ള അഴിമതികളാണ് BJPയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്നിരുന്നത്. ഏറ്റവും അവസാനമാണ് ഇപ്പോൾ നഗരസഭയുടെ സാനിറ്ററി വിഭാഗത്തിലേക്ക് CPM അനുഭാവികളും DYFI പ്രവർത്തകരുമായ 56 പേരെ ജോലിക്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തിരുമറി കൂടി നഗരസഭയുടെ ഭരണസമിതി നടത്തിയിരിക്കുന്നത്. അതിൽ മേയറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു നേരിട്ട് ഇടപെട്ടു എന്നതാണ് BJP ആക്ഷേപമായി മുന്നോട്ട് വയ്ക്കുന്നത്. രാവിലെ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയും കൗൺസിലറും കൂടിയായ VV രാജേഷിന്റെ നേതൃത്വത്തിൽ BJP കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിക്കുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ പ്രതിഷേധത്തെ പോലീസിനെ ഉപയോഗിച്ചായിരുന്നു സർക്കാർ സംവിധാനങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചിരുന്നത്. വനിതാ കൗൺസിലർമാരടക്കമുള്ള BJP പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പിൻവാതിൽ നിയമനം, അനധികൃതമായിട്ടുള്ള CPM നേതാക്കളുടെ നിയമനം, അതുപോലെ തന്നെ BJP കൗൺസിലർമാർക്കെതിരെ ഉണ്ടായ കയ്യേറ്റം, ഇവയെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നഗരസഭാ കവാടത്തിലേക്ക് മുന്നിലേക്ക് ആര്യ രാജേന്ദ്രന്റെ കോലം കത്തിച്ച് ഒരു സൂചനാ സമരം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് യുവമോർച്ച നേതാക്കൾ വ്യക്തമാക്കിയതും തന്നെ ഇതൊരു സൂചനാ സമരമാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടിയും യുവജന വിഭാഗവും എല്ലാം തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് യുവമോർച്ച നേതാക്കളും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച വലിയ പ്രതിഷേധങ്ങൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുമ്പിൽ അരങ്ങേറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അനിൽ നമ്പ്യാർ.